നടക്കാൻ പറഞ്ഞ് ഞങ്ങൾ തോറ്റു. ബന്ധപ്പെട്ട MLA-ക്ക് MP-ക്ക് ബെന്നിബേന സാറിന് എല്ലാവരും കത്ത് കൊടുത്തു. സാർ ഇപ്പോൾ കണ്ടില്ലേ, ഒരാഴ്ച കാലം കഴിഞ്ഞു സാർ. ഞങ്ങൾ സ്വകാര്യ ബസ്സുകളും അല്ലെങ്കിൽ ഇതിൽ പോകുന്ന സാധാരണക്കാര് കഷ്ടപ്പെട്ടു സാറ്. ഈ മഴ പിടിക്കുന്നതിന് മുമ്പ് ഈ രീതിയിൽ ആവാതെ ഇരിക്കാൻ വേണ്ടി ശ്രദ്ധപ്പെടുത്തി സാർ. പക്ഷെ തിരിഞ്ഞു നോക്കുന്നില്ല സാർ. കാലടി ഭാഗത്ത് ആ പാലത്തില് എന്നെ നാട്ടുകാരും മീഡിയ എല്ലാം കൂടെ റിക്വസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഈ റോഡിൽ ഇറങ്ങി പാലത്തിൽ നിൽക്കുകയാണ്. അപ്പൊ ആ രീതിയിൽ അതൊന്ന് ഷെയ്വ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ബൾജുകളൊന്ന് ഷെയ്വ് ചെയ്ത് കൊടുക്കാൻ പറ. ഒന്ന് ഇപ്പൊ തന്നെ ആരെങ്കിലും ഒന്ന് അയക്കുമോ? ഓക്കെ, ഒന്ന് പിന്നെ മനോരമക്കാരെങ്കിലും വിളിക്കുകയാണെങ്കിൽ അവരുടെ അടുത്തൊന്ന് പറഞ്ഞേക്കുമോ? ഓ ശരി ശരി, താങ്ക് യു. ഇതിപ്പോ നമ്മൾ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ച് ഇത്തിരി മെറ്റലോ എന്തെങ്കിലും ഇട്ടാ ഉടനെ ജയസൂര്യ അകത്തായ പോലെ ആവും. അടിയന്തരമായിട്ട് ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച മഴയത്ത് ഇവര് കൊണ്ടുവന്നിട്ട് ടാറിങ് കൊണ്ടുവന്ന് ഇട്ടിട്ട് നിറച്ചിട്ട് പോയി. പിറ്റേ വന്ന് വന്ന വാഹനം എല്ലാം ചെയ്ത് ഇത് സിമെന്റ് അല്ലേ? ഇത് സിമെന്റ് അല്ലേ? പഴയ കോൺക്രീറ്റ് പൊളിച്ചത് സാറേ. വളരെ യാദൃശ്ചികമായിട്ട് സുരേഷ് ഗോപിജി കാലടി പാലത്തിൻ്റെ മുകളിലൂടെ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വണ്ടി കുഴിയിൽ വീണതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പാലത്തിലൂടെ ഇറങ്ങി നടന്നതിന് ശേഷം നടത്തിയിട്ടുള്ള പ്രതികരണങ്ങളാണ് നമ്മൾ കണ്ടത്. വളരെ യാദൃശ്ചികമായിട്ടാണ് ഈ സംഭവ വികാസങ്ങൾ മുഴുവൻ നടന്നത്. പക്ഷേ എൻ്റെ സംശയം, ഇങ്ങനെ വളരെ യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളുടെ ഇടയിൽ എങ്ങനെയാണ് ഈ ഏഷ്യാനെറ്റും മനോരമയും പോലെയുള്ള മീഡിയ കൃത്യമായിട്ട് അവിടെ എത്തുന്നത്? സുരേഷ് ഗോപി എവിടേക്കോ വളരെ യാദൃശ്ചികമായിട്ട് പോകുന്നു, വളരെ യാദൃശ്ചികമായിട്ട് വണ്ടി കുഴിയിൽ വീഴുന്നു, വളരെ യാദൃശ്ചികമായിട്ട് സുരേഷ് ഗോപി പാലത്തിലൂടെ ഇറങ്ങി നടക്കുന്നു. അപ്പോൾ ഈ ചാനലുകാരെങ്ങനെയാണ് വളരെ യാദൃശ്ചികമായിട്ട് അവിടെ എത്തിയത്? എനിക്ക് മനസ്സിലാവുന്നില്ല. വളരെ യാദൃശ്ചികമായിട്ട് ഇലക്ഷനൊക്കെ വരികയാണല്ലോ, അപ്പോൾ വളരെ യാദൃശ്ചികമായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ ഇനിയും നമുക്ക് വളരെ യാദൃശ്ചികമായിട്ട് കാണാൻ സാധിക്കും.